ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പോറ്റിക്കൊപ്പം വരുത്തി ചോദ്യം ചെയ്യുകയാണ്. 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഉന്നതരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നതായി ആരോപണം ഉയരുന്നു. പ്രതിപട്ടികയിലെ ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘം ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല. കേസ് പോറ്റിയിൽ മാത്രം ഒതുക്കാൻ ശ്രമമെന്നാണ് ആരോപണം. എസ് ശാലിനി ചേരുന്നു. ശാലിനി, നമ്മൾ രാവിലെ മുതൽ നൽകുന്നുണ്ട് ഈ വാർത്ത, അതായത് SIT അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി മാത്രം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുവോ? അപ്പോൾ കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇത് തിരക്കഥയാണ്. പോറ്റിക്ക് പറഞ്ഞു പഠിപ്പിച്ചത് പോറ്റി പറയുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഇതിപ്പോൾ രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി തന്നെയല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നാളെയാണ് ഈ അന്വേഷണ പുരോഗതി പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത് SITക്ക്. അപ്പോൾ അതിനു മുൻപ് തന്നെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക, മറ്റ് അറസ്റ്റുകൾ അടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ് SIT ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കൈമാറുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയും കൂടി ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ഈ സ്വർണം ഒപ്പിട്ട് വാങ്ങുന്നത് അനന്ത സുബ്രഹ്മണ്യം ആണ് എന്നുള്ളതാണ്. അതിനുശേഷം ഈ സ്വർണം ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയതും മറ്റിടപാടുകൾ നടത്തിയതുമൊക്കെ അനന്ത സുബ്രഹ്മണ്യമാണ് എന്നുള്ളതാണ് SIT ഇപ്പോൾ വിലയിരുത്തുന്നത്, കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോട് കൂടി ചോദ്യം ചെയ്യലിനായി വിവരങ്ങൾ ചോദിച്ചറിയാനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അനന്ത സുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തു. പ്രാഥമികമായും പറയുകയാണെങ്കിൽ ഒരു കസ്റ്റഡിയിലേക്ക് കൂടി കടന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ SIT എന്നുള്ളതാണ്. ഒരു പക്ഷേ വരും മണിക്കൂറിൽ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് SIT കടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സൂചനകൾ ലഭ്യമാകുന്നത്. അതായത് 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയത് ഈ അനന്ത സുബ്രഹ്മണ്യമാണ്. കൂടാതെ തന്നെ ഈ പാളികൾ ഹൈദരാബാദിൽ നാഗേഷിന് കൈമാറിയതും അനന്ത സുബ്രഹ്മണ്യമാണ് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ അത്തരം ചില സൂചനകളും വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇരുവരെയും ഇപ്പോൾ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള വിവരങ്ങൾ, വസ്തുതകൾ, അത് ഏതെങ്കിലും തരത്തിൽ തെറ്റാണോ അതോ ശരിയാണോ അതോ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാണ് ഇപ്പോൾ ഇരുവരെയും ഒരുമിച്ചിരുത്തി ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുള്ള, സ്വർണ്ണവുമായി നേരിട്ട് പങ്കുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള അനന്ത സുബ്രഹ്മണ്യത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്വർണം രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് രൂപം മാറ്റിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ ഇതുവരെ SITക്ക് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചോദ്യം ചെയ്യലുകൾ തുടരുന്നതിനിടയിൽ തന്നെ SITയുടെ പ്രത്യേക സംഘം കാര്യത്തിലെ വീട്ടിലെത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. അന്നും ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ സ്വർണം കൈമാറിയതിനുള്ള ചില തെളിവുകൾ, ഒപ്പം തന്നെ സ്വർണം മാറ്റി സാമ്പത്തിക ഇടപാടുകൾ നടത്തി, അതുവഴി ഭൂമി ഇടപാടുകൾ അടക്കം നടത്തിയതും റിയൽ എസ്റ്റേറ്റ് ബന്ധവുമൊക്കെ അന്ന് SIT സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഈ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോയ, നേരിട്ട് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ആളെന്ന നിലയിലാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അനന്ത സുബ്രഹ്മണ്യം ആ സ്വർണം നാഗേഷിന് കൈമാറുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ടോ, അതോ നാഗേഷിന്റെ കൂടി അറിവോടെയാണോ ഈ സ്വർണത്തിൽ രൂപമാറ്റം സംഭവിച്ചിട്ടുള്ളത്? ആ രൂപമാറ്റം സംഭവിച്ച സ്വർണം എവിടെ, ആർക്കൊക്കെ കൈമാറി, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് SIT ഈ മണിക്കൂറിൽ എന്നുള്ളതാണ്. നാളെ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഇതടക്കമുള്ള വിവരങ്ങൾ അതിൽ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇഴഞ്ഞു നീങ്ങിയ SITയുടെ അന്വേഷണം ഇപ്പോൾ ദ്രുതഗതിയിൽ പോകുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം അടക്കം കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയമൊക്കെ SITക്കുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള അന്വേഷണ മേഖലയാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ രാവിലെ മുതൽ തന്നെ നമ്മൾ നൽകുന്ന വാർത്തയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥരിലേക്കും ഈ അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 15ഓളം പേർക്ക് പങ്കുണ്ട്, 15ഓളം പ്രതികൾ ഇതിൽ പിന്നിലുണ്ട് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായി ഒതുങ്ങുന്നുവോ? സുഹൃത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.